ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗൗതത്തിന്റെയും നന്ദയുടെയും നാളത്തെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ശിവരാത്രിയൊക്കെ കൂടാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? എന്നാലും പോകാതെ കുറച്ച് പേരുണ്ടാവും. പിന്നെ ശിവരാത്രിയൊക്കെ വന്നു കഴിഞ്ഞ് കാണുന്നവരൊക്കെ ഉണ്ടാവും. ശിവരാത്രിയൊക്കെ കഴിഞ്ഞ് ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കാണുന്നവരൊക്കെ ഉണ്ടാകും. എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ഗൗതത്തിന്റെയും നന്ദയുടെയും നാളത്തെ കഥയിലേക്ക് കടക്കാം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ VK സാറും അതുപോലെ നമ്മുടെ നന്ദയും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ നന്ദയോട് കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ചിരിക്കുന്ന VK സാറ് കൂടുതൽ വിശേഷങ്ങൾ VK സാറിന്റെയും പ്രിയയുടെയും ജീവിതത്തിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ നന്ദ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. VK സാറിനോട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് സാന്ദ്ര വന്നിതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. സാന്ദ്ര ആരാ? മോള് സാന്ദ്ര സ്പൈ ആണല്ലോ, നമ്മുടെ അവളുടെ സ്പൈ ആണ്, പിങ്കിയുടെ സ്പൈ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും പിങ്കി പേഴ്സണൽ കാര്യത്തിനാണ് പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഒരു കല്ലുകടി ഉണ്ട് കുടുംബത്തിൽ. അവളെ ഇതിനു മാത്രം പേഴ്സണൽ, ഇവളുടെ അഹങ്കാരം ഇതുവരെ തീർന്നില്ല. ലക്ഷ്മി, നീയാണ് ഈ അഹങ്കാരത്തിന് വളം വെച്ച് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ഏട്ടത്തെയും മോഹിനിയൊക്കെ കൂടി ലക്ഷ്മിയെ പൊരിച്ചടിക്കുന്ന ഒരു കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി എല്ലാവരും ലക്ഷ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗൗതത്തിനോട് പേഴ്സണൽ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവൾ ആരോടാണ് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത്? ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? പെണ്ണുങ്ങളാകുമ്പോൾ കുറച്ചടക്കം ഇതൊക്കെ വേണ്ടേ? അവളൊന്ന് നന്നായി എന്നായിരുന്നു വിചാരിച്ചത്. അവളോട് ശരി ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയതായിരുന്നു എന്ന് മഹേന്ദ്രൻ സഹോദരൻ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അവൾ നന്നായിട്ടൊന്നുമില്ല. മാത്രമല്ല പ്രിയയുടെ വിവാഹത്തിനെ അവൾ എന്തിനാണ് എതിർത്തത്? എന്തായാലും അവളിങ്ങ് വരട്ടെ, ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ചോദ്യം പറച്ചിൽ വേണമല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ സാന്ദ്ര പിങ്കി ഇങ്ങനെ വിളിക്കുന്നത്. സാന്ദ്ര പിങ്കിയെ വിളിച്ചിട്ട് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇവിടെ എങ്ങനെയൊക്കെ പോകുന്നു, എന്ത് വിശേഷം? പതിവ് വിശേഷം തന്നെ. നന്ദയുടെ കുറെ പരിപാടിയായിട്ട് നന്ദ അതിൽ നടപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദയിൽ നടപ്പുണ്ട്, അവിടെ ഉണ്ടോ നന്ദ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇല്ല, എന്തോ ഗൗതത്തിനോട് വലിയ കാര്യത്തിൽ പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഫ്രണ്ടിനെ കാണാനാ ഹോസ്റ്റലിൽ പോവാന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് ഇവിടുന്ന് എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും സാന്ദ്ര ചിരിക്കാം. നീ എന്താ ചിരിച്ചത്? അല്ല, ഹോസ്റ്റലല്ല, അവിടെ ഹോസ്പിറ്റലിലേക്കാണ് വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയാം. ഞാൻ ഇവളവിടെ കണ്ടു. എന്നിട്ട് നമ്മുടെ സാന്ദ്ര പതുക്കെ ഇതിന്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെയൊക്കെ ഫോട്ടോ ഇങ്ങനെ നമ്മുടെ സാന്ദ്ര എടുത്തു. എന്നിട്ട് പിങ്കിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ പിങ്കി ഇത് ആരെയും കാണിച്ചില്ല. പിങ്കിക്ക് ഒരു മനസ്സിലാകാൻ മാത്രം ആരോടോ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇയാളെ കാണാനായിട്ട് എന്തിനാണ്? കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം എല്ലാവരോടും പറയാമെന്നാണ് നമ്മുടെ പിങ്കി വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിങ്കി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അതായത് ഇങ്ങനെ ഇവള് ഇന്നയാളെ കാണാനാണ് പോയതെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇവള് പോയത് എന്തിനാണെന്ന് നമ്മുടെ പിങ്കിക്ക് മനസ്സിലായല്ലോ. പിങ്കി അത് വെച്ച് ഇവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനൊക്കെ ഉള്ള പരിപാടി, ബ്ലാക്ക്മെയിൽ അല്ല, ഇവളെ കുത്തി നോവിക്കാനുള്ള പരിപാടിയിലാണ്. എന്തായാലും നമ്മുടെ സാന്ദ്ര പറഞ്ഞു കൊടുത്തത്, എന്തായാലും നിനക്ക് കറക്റ്റ് സമയത്തിന് അവിടെ ചെല്ലാൻ തോന്നിയല്ലോ, എന്തായാലും വളരെ ഉപകാരമുണ്ട് സാന്ദ്ര, നീയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ഇങ്ങനെ പിങ്കി പറഞ്ഞു വെക്കുക കേട്ടോ. എന്തായാലും ഇതേ സമയം ഇവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നന്ദയുടെ അഹങ്കാരത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പിങ്കി എന്നിട്ട് പറഞ്ഞു, അല്ല അവൾ ഇത്ര വലിയ കാര്യമായിട്ട് പേഴ്സണലായെന്ന് പറഞ്ഞിട്ട് അവളൊരു കൂട്ടുകാരിയെ കാണാനായിട്ട് ഹോസ്റ്റലിലേക്ക് പോയി എന്നല്ലേ പറഞ്ഞത്? അവൾ ഒരു കൂട്ടുകാരിയെ കാണാനൊന്നുമല്ല പോയത്, അവൾ ഹോസ്പിറ്റലിലേക്ക് ആണ് പോയത്. അവളുടെ സാറിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങാണ്ടാ പോയിരിക്കുന്നത്. അപ്പോൾ VK സാറാണെന്ന് അറിഞ്ഞില്ല, ഏതോ ഒരു സാറിനെ ആണെന്ന് സാന്ദ്ര അന്വേഷിച്ച് മനസ്സിലാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ സാറിനെ കാണാൻ വേണ്ടിയിട്ട്, സാറുമായിട്ട് ഇതിന് മാത്രം എന്താണ്? സാറിനെ കാണാൻ പോവാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? സാറിനെ കാണാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും വല്ലതും പറയോ? ഇല്ലല്ലോ. എന്നിട്ട് ഇവൾ എന്തിനാ കള്ളം പറഞ്ഞിട്ട് പോകുന്നത്? അപ്പോൾ ഇതിലെന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്ന് നമ്മുടെ പിങ്കി എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുകയും ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ നന്ദ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെ നന്ദയെ അങ്ങോട്ട് വളഞ്ഞു. നന്ദയെ വളഞ്ഞിട്ട്, നീ ആരെ കാണാനാണ് പോയത്? നീ ഒരു കൂട്ടുകാരിയെ കാണാനാന്ന് പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവസാനം നീ ഹോസ്റ്റലിലേക്കല്ല പോയെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞല്ലോ. നീ ആരെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്? നീ എന്തിനാണത് ഗൗതത്തിൽ നിന്ന് പോലും മറച്ചു വെക്കുന്നത്? നീ എന്ത് കള്ളത്തരമാണ് കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ മോഹിനിയും അരുന്ധതിയൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ നന്ദ പറഞ്ഞു, അതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി, എൻ്റെ ഒരു സാർ അവിടെ അഡ്മിറ്റ് ആയിരുന്നു, സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്, എൻ്റെ VK സാറിനെ കാണാനാണ് പോയത്, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് നന്ദ ഇങ്ങനെ ചോദിച്ചു. VK സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്, VK സാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, VK സാറിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്, അതിനിപ്പോൾ എന്താണ് പ്രശ്നം? അത് നിനക്ക് പറഞ്ഞിട്ട് പോയ എന്തായിരുന്നു കുഴപ്പം? എനിക്ക് എന്തായാലും പറയാൻ തോന്നിയില്ല, അത്ര തന്നെ. അല്ല, VK സാറിനെ നിങ്ങൾ ആരെങ്കിലും അറിയോ? നിങ്ങളാരും VK സാറിനെ അറിയത്തില്ല. VK സാറിന് ഞാൻ ഫുഡ് കൊടുക്കാൻ പോയി എന്ന് എന്തിനാണ് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്തു കേട്ടോ.
അപ്പം അതൊക്കെ നിന്റെ പേഴ്സണൽ കാര്യം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ എന്തിനാണ് പ്രിയയുടെ കല്യാണത്തെ ആ പെണ്ണ് കാണലിനെ എതിർത്തത്? അത് നീ ഒന്ന് പറഞ്ഞേ എന്ന് മോഹിനി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദ പറഞ്ഞു, അതെ, എതിർക്കണമെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായം അത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കല്യാണമാണ്. ഒരിക്കലും നമ്മുടെ പ്രിയേച്ചിക്ക് ഈ ഒരു വിവാഹം പാടില്ല എന്ന് തന്നെ. പ്രിയേച്ചിയുടെ മനസ്സ് അതിനോട് പാകപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് പ്രിയേച്ചിയെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അതുകൊണ്ട് പ്രിയേച്ചിയുടെ ആ കല്യാണം എന്തായാലും നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നീയാണോ അത് തീരുമാനിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അനന്തടി ആ കല്യാണം നടത്തണോ വേണ്ടത് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ കല്യാണം എന്തായാലും നടക്കില്ല. ആ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. കാരണം പ്രിയേച്ചിയുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഇനി ഒരു കല്യാണം പ്രിയേച്ചിക്ക് വേണ്ട എന്ന് തന്നെ നമ്മുടെ നന്ദ തറപ്പിച്ച് പറയുകയാണ്. ഞാൻ കല്യാണം മുടക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യുമെന്ന് തന്നെ നന്ദ പറയുന്നത് കേട്ടിട്ട് ധിക്കാരി അഹങ്കാരി നന്ദ ഇതും പറഞ്ഞങ്ങോട്ട് പോയിട്ടോ. ധിക്കാരി അഹങ്കാരി നന്ദക്കില്ലാത്ത പേരില്ലാട്ടോ. ഗൗതം വളം വെച്ച് കൊടുക്കുന്നതാണ്, ലക്ഷ്മി അമ്മ വളം വെച്ച് കൊടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പിങ്കി അരികേറ്റാനായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. എന്തായാലും നന്ദ നേരെ പോയത് ഗൗതത്തിൻ്റെ അരികിലേക്കാണ്. ഗൗതത്തിൻ്റെ അരികിൽ ചെന്നപ്പോൾ ഗൗതം പണങ്ങി തിരിഞ്ഞിങ്ങനെ ഇരിക്കുക. ഗൗതം മിണ്ടാണ്ട് വലിയ കാര്യമായിട്ട് മിണ്ടാതിരിക്കുക. പേഴ്സണൽ കാര്യം കഴിഞ്ഞ് വന്നോ എന്ന രീതിയിൽ. എൻ്റെ പൊന്നു ഗൗതം സാറേ, അത്രയ്ക്ക് പേഴ്സണലൊന്നും ആയിരുന്നില്ല. പിന്നെ എനിക്ക് ആ ദേഷ്യം കൊണ്ട് ഞാൻ പറയാതിരുന്ന അന്നേരം പിങ്കി പ്രിയേച്ചിയെ എല്ലാവരും കൂടെ പിടിച്ച് അതിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയത് കൊണ്ട് മാത്രം എനിക്ക് സങ്കടമായിട്ട് ഞാൻ പറയാതിരുന്ന, അല്ലാതെ വേറെ ഒന്നും അല്ല എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ പറയാം. ഞാൻ മറ്റാരെയും കാണാൻ പോയതല്ല, വി കെ സാറിനെ കാണാൻ പോയതാണ്. വി കെ സാറിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അഡ്മിറ്റ് ആയിരുന്നു. അതുകൊണ്ട് മാത്രം ഞാനൊന്ന് കാണാൻ പോയതാണ്. വി കെ സാറിന് കഞ്ഞി വേണമെന്ന് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എന്നോട് നേരത്തെ പറഞ്ഞിട്ട് പോകത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് അന്നേരം ദേഷ്യമായിരുന്നു. പ്രിയേച്ചിയുടെ കല്യാണത്തിന് നിങ്ങൾ ആരും കൂട്ട് നിൽക്കരുത്, പ്രത്യേകിച്ച് ഗൗതം സാറ് കൂട്ട് നിൽക്കരുത് എന്നിങ്ങനെ പറയാട്ടോ. ഒരിക്കലും വേറൊന്നും ചിന്തിക്കണ്ടേ. ഗൗതം സാറിന് ഇപ്പം എന്നോട് മറ്റൊരു വിവാഹത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ? ഗൗതം സാർ സമ്മതിക്കുമോ? അത്രേ ഉള്ളൂ. ഒരിക്കലും പ്രിയേച്ചിക്ക് മറ്റൊരാൾ വിവാഹം കഴിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയേച്ചി ആ പഴയ ആളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല. പ്രിയേച്ചിക്ക് ഇനി ഒരു ജീവിതം വേണ്ടാന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രിയേച്ചിക്ക് ഇനി ഒരു ജീവിതം വേണം, പക്ഷേ അതൊരിക്കലും മറ്റൊരാളാവരുത്. എന്താ അയാൾ തന്നെ ആയാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നീ ശ്രമിക്കരുത് കേട്ടോ. അങ്ങനെ ഒരു ചിന്ത പോലും നിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇവ പറയുകയാണ്. അപ്പോൾ അല്ല, എന്താ പ്രശ്നം? അവർക്ക് തമ്മിൽ പിരിയാനുള്ള കാരണം ഞാൻ കേട്ടു. മഹാദേവൻ വല്യച്ഛൻ്റെ മരണത്തിന് കാരണം അദ്ദേഹമാണ് എന്ന് ആരോപിക്കപ്പെടുന്നു. തെളിവുണ്ടോ? ഒരു തെളിവും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് തെളിവുണ്ട്? പോലീസ് പോലും ഒരു കേസ് എടുക്കണമെങ്കിൽ തെളിവ് വേണ്ടേ? സംശയാസ്പദമായി തെളിയണം, വെറുതെ സംശയം പോരല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനൊന്നും പറയാനില്ല. നീ എന്തായാലും ഇതും പറഞ്ഞുകൊണ്ട് വല്യമ്മയുടെയോ വേറെ ഈ വീട്ടിൽ വേറെ ആരുടെയോ മുന്നിലേക്ക് ചെല്ലണ്ട, വെറുതെ പ്രിയേച്ചിക്ക് ആശയം കൊടുക്കാൻ നിൽക്കണ്ട. ഇനി അവരുടെ ആ ഒരു റിലേഷൻ മുന്നോട്ട് പോകില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയണം. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. സിയോഗി, താങ്ക് യു.